വിശദമായ വാർത്തകളിലേക്ക് പോകാം. സംസ്ഥാനത്ത് നിന്നുള്ള ആശുപത്രി മാലിന്യങ്ങൾ തിരുനെൽവേലിയിൽ കണ്ടെത്തിയ സംഭവത്തിൽ നടപടിക്കൊരുങ്ങി സർക്കാർ. RCCയിലെ പൊതുമാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് കരാറെടുത്തിരുന്ന സുനേജ് ഇക്കോസിസ്റ്റംസ് കമ്പനിക്കെതിരെ നിയമ നടപടി ഉടനുണ്ടാകുമെന്നാണ് വിവരം. മാലിന്യ നീക്കത്തിന് തമിഴ്നാട് സർക്കാരിന്റെ ഇടപെടലുണ്ടായതിനു പിന്നാലെ കരാർ കമ്പനി സംസ്ഥാന സർക്കാരിന് വിശദീകരണം നൽകിയിരുന്നെങ്കിലും അത് തൃപ്തികരമല്ലെന്ന കണ്ടെത്തലിലാണ് നടപടിക്കൊരുങ്ങുന്നത്. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കരാർ കമ്പനിക്ക് നഗരസഭയും നോട്ടീസ് നൽകി. RCCയിലെ പൊതുമാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് പുറമെ തിരുവനന്തപുരം നഗരസഭയിലെ മാലിന്യ ശേഖരണത്തിന്റെ കരാറും സുനേജ് എക്കോസിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കാണ്. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതും ഇതേ സ്വകാര്യ കമ്പനി തന്നെ. RCCയുടെ പേരിലുള്ള ലെറ്റർ പാഡുകളും രോഗികളുടെ വിവരങ്ങളും തിരുനെൽവേലിയിലെ ബയോമെഡിക്കൽ മാലിന്യങ്ങൾക്കൊപ്പം കണ്ടെത്തിയതിന് പിന്നാലെയാണ് കരാർ കമ്പനിയോട് വിശദീകരണം ആവശ്യപ്പെട്ടത്. വീഴ്ചയുടെ നിയമപരമായ ഉത്തരവാദിത്തം കമ്പനിക്കാണെന്ന് വിശദീകരണക്കുറിപ്പിൽ പരാമർശമുണ്ട്. ഇതോടൊപ്പം ഉപകരാറുകാരുടെ പട്ടികയും കത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റേതെങ്കിലും ആശുപത്രികളിൽ നിന്ന് ബയോമെഡിക്കൽ മാലിന്യങ്ങൾ സുനേജ് ശേഖരിക്കുന്നുണ്ടോ എന്നതിൽ അവ്യക്തത തുടരുകയാണ്. RCCയിലെ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് IMAയ്ക്ക് കീഴിലുള്ള ഇമേജ് എന്ന ഏജൻസിയാണെന്നിരിക്കെ സുനേജിന്റെ മാലിന്യ ശേഖരണത്തിൽ ഇവ എങ്ങനെ ഉൾപ്പെട്ടു എന്നതിലും ദുരൂഹതയുണ്ട്. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡും വിജിലൻസും നടത്തുന്ന അന്വേഷണത്തിലെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും കരാർ കമ്പനിക്കെതിരായ തുടർ നടപടികൾ. സങ്കീർണ രോഗങ്ങൾക്ക് വഴിവെക്കുന്ന ആശുപത്രി മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലെ സുതാര്യത ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സർക്കാരിന് അടിയന്തരമായി കത്ത് നൽകുമെന്നാണ് സൂചന. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഗുഡ് മോർണിംഗ്. എന്തായാലും ആ കമ്പനിക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന കാര്യം തീർച്ചയായിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഈ സുനേജ് എക്കോസിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ അനാസ്ഥ സംഭവിച്ചിരിക്കുന്നു, വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. പക്ഷേ ഇപ്പോഴും ഒരു വ്യക്തത കൈവരാത്തത് ഇമേജ് എന്ന ഏജൻസി ഈ ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഉൾപ്പെടെ മുഴുവൻ വേസ്റ്റുകളും QR കോഡ് സംവിധാനമുള്ള ക്യാരി ബാഗുകൾ ഉപയോഗിച്ചാണ് ഇവിടെ നിന്ന് പാലക്കാട്ടെ അവരുടെ പ്ലാന്റിലേക്ക് മാറ്റുന്നത് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ സർക്കാരിനെ RCC ബോധിപ്പിച്ചിരുന്നു. പിന്നെ എങ്ങനെ ഈ ബയോമെഡിക്കൽ വേസ്റ്റുകളും RCCയുടെ പേരിലുള്ള ലെറ്റർ പാഡുകളും രോഗികളുടെ വിവരം അടങ്ങിയ കാര്യങ്ങൾ ഈ തിരുനെൽവേലിയിലെ മാലിന്യ കൂമ്പാരത്തിൽ മാലിന്യ ശേഖരത്തിനൊപ്പം വന്നു എന്നത് സംബന്ധിച്ച കൃത്യമായൊരു വിവരം തരാൻ, കൃത്യമായൊരു വിശദീകരണം തരാൻ ഈ ഏജൻസിക്കും കഴിയാത്ത ഒരു പശ്ചാത്തലമുണ്ട്. അവിടെയാണ് ഇവർ നൽകിയിരിക്കുന്ന വിശദീകരണ കുറിപ്പിൽ ഉപകരാറുകാരെ കുറിച്ച് പരാമർശിക്കുന്നത്. അതായത് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിച്ച് അത് സ്ക്രാപ്പേഴ്സിന് കൊടുക്കുന്ന, അല്ലെങ്കിൽ അത് മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക്, പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഈ വിവിധ ഏജൻസികളുണ്ട്, വലിയ വൻകിട ബിസിനസ് ലോബികളുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, ആശുപത്രിയിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യങ്ങൾ രഹസ്യമായി സമാന്തരമായി കൈമാറാനുള്ള നീക്കം അധിക ലാഭത്തിനു വേണ്ടി ഉപകരാറുകാർ നടത്തിയിട്ടുണ്ടായേക്കാം എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതുമായി ബന്ധപ്പെട്ട് തന്നെ വിശദമായ അന്വേഷണം നടക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും RCC ഉൾപ്പെടെയുള്ള ആശുപത്രികൾ ഈ കരാർ നൽകിയിരിക്കുന്നത് 2 കമ്പനികൾക്കാണ്. അതായത് ബയോമെഡിക്കൽ വേസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്നതിന് ഇമേജ് എന്ന ഏജൻസി, അത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന് കീഴിലുള്ള ഏജൻസിയാണ്. കൃത്യമായി സംസ്ഥാന സർക്കാരിന്റെ മാനദണ്ഡങ്ങൾ, സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ മാനദണ്ഡങ്ങളൊക്കെ ഉറപ്പുവരുത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണിത്. അതോടൊപ്പം സുനേജ് എക്കോസിസ്റ്റം സൊല്യൂഷൻസിനാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ പൊതു മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കരാർ നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭയുടെയും അതോടൊപ്പം തന്നെ ഹരിതകർമ്മ സേനയുടെയും ഒക്കെ മാലിന്യ ശേഖരണവും അവരിലേക്ക് തന്നെയാണ് എത്തുന്നത്. അപ്പോൾ അങ്ങനെ വിപുലമായ തരത്തിൽ ഇവിടെ മാലിന്യ ശേഖരണത്തിന് നേതൃത്വം നൽകുന്ന ഒരു കരാർ കമ്പനിയാണ് അവർ. അവരുടെ ഭാഗത്ത് നിന്ന് മറ്റേതെങ്കിലും ആശുപത്രിയിൽ നിന്ന് ഇങ്ങനെ ബയോമെഡിക്കൽ വേസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്നുണ്ടോ രഹസ്യമായി എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് വിശദമായ അന്വേഷണം നടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വിജിലൻസും അതോടൊപ്പം തന്നെ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡും ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ കമ്പനിക്കെതിരെ തുടർ നടപടികൾ ഉണ്ടാകുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർ നൽകിയിരിക്കുന്ന വിശദീകരണ കുറിപ്പിൽ തൃപ്തരല്ല എന്ന് RCC നേതൃത്വം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. സർക്കാരും അതേ നിലപാടിൽ തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് തിരുവനന്തപുരം നഗരസഭയിൽ ഈ കമ്പനിക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നതെന്നാണ് സൂചന. ശരി ഡാൻ, ഒന്ന് തുടരണം. അതേസമയം തിരുനെൽവേലിയിലെ മാലിന്യ നീക്കം ഇന്നും തുടരും. കൊണ്ടാനഗരം, പളവൂർ എന്നിവിടങ്ങളിലെ മാലിന്യമാണ് നീക്കാൻ ഇനി ബാക്കിയുള്ളത്. 4 ലോഡിലേറെ മാലിന്യം ഇവിടെ നിന്ന് നീക്കം ചെയ്യാൻ ഉണ്ട് എന്നാണ് കരുതുന്നത്. ദേശീയ ഹരിത ട്രിബ്യൂണൽ സംസ്ഥാന സർക്കാരിന് നൽകിയിരുന്ന സമയപരിധി ഇന്നലെ അവസാനിച്ചിരുന്നു.
മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. വനനിയമ ഭേദഗതിക്കെതിരായ നിലപാട് മുഖ്യമന്ത്രിയെ നേരിട്ടറിയിക്കാൻ കേരള കോൺഗ്രസ് എം ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലാണ് പാർലമെന്ററി പാർട്ടി നേതാക്കൾ വൈകിട്ട് മുഖ്യമന്ത്രിയെ കാണുക. വനനിയമ ഭേദഗതിയിൽ ആശങ്കയുള്ളവരെ ഉൾപ്പെടുത്തി ചർച്ച നടത്തുക, വനപാലകരുടെ അമിതാധികാരം നിയന്ത്രിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് കേരള കോൺഗ്രസ് എം മുന്നോട്ട് വയ്ക്കുന്നത്. ഡാൻ തുടരുന്നുണ്ട്. ഡാൻ, ഈ വിഷയത്തിൽ ജോസ് കെ മാണി ആ അതൃപ്തി മുഖ്യമന്ത്രിയെ അറിയിക്കാനായി പോവുകയാണ്. എപ്പോഴാണ്, ആരൊക്കെയാണ് കാണുക? കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? അശ്വതി, കേരള കോൺഗ്രസിന്റെ ഒരു തട്ടകമെന്ന് പറയുന്നത് തന്നെ മലയോര കർഷകരാണ്. മലയോര കർഷകർക്കിടയിൽ തന്നെയാണ് ആ പാർട്ടിയുടെ ഉദയവും തുടർന്നുള്ള പ്രവർത്തനങ്ങളുമൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മലയോര ജനതയെ വലിയ തരത്തിൽ ആശങ്കയിലാക്കിയിരിക്കുന്ന ഈ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആശങ്കകൾ മുഖ്യമന്ത്രിയെ നേരിട്ട് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസിന്റെ പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്താനായി സമയം ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്കറിയാം, 1961 വന നിയമങ്ങൾക്ക് അനുസൃതമായിട്ടാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ എല്ലാം നിലനിൽക്കുന്നത്. അവിടെ തന്നെ 15ഓളം ഭേദഗതികൾ, അതായത് ആ നിയമത്തിൽ ഏതാണ്ട് 15ഓളം ഭേദഗതികൾക്ക് ശുപാർശ ചെയ്യുന്ന ബില്ലാണ് പരിഗണനയിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ ആശങ്കകൾ ഉണ്ടായിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വനത്തിനുള്ളിൽ പ്രവേശിക്കുന്നതിനും നിലവിൽ വിഭവങ്ങൾ ശേഖരിക്കുന്നതിനുമൊന്നും ഏത് തരത്തിലായിരിക്കണം നടപടികളെന്ന് വ്യക്തമായ പരാമർശങ്ങൾ നിലവിലെ നിയമത്തിലില്ല. പക്ഷേ പുതുക്കിയ വ്യവസ്ഥകൾ അനുസരിച്ച്, ഈ ഭേദഗതി അനുസരിച്ച് ഇതിനെതിരെ വലിയ തരത്തിൽ പിഴ ഈടാക്കാവുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ തടവ് ശിക്ഷ വരെ ലഭിക്കാവുന്ന തരത്തിലേക്കുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ട്. അവിടെ തന്നെ ഏതാണ്ട് നിലവിൽ 1000 രൂപയ്ക്ക് താഴെ മാത്രം പരമാവധി പിഴ വരുന്ന ശിക്ഷകൾക്ക് ഇനിയങ്ങോട്ട് ഈ ഭേദഗതി നിയമമായി മാറുന്നതോടെ ഏതാണ്ട് 25,000 രൂപ വരെ പിഴ ലഭിക്കുന്ന സാഹചര്യമുണ്ടാകും. ഇത് മലയോര ജനതയെ ആശങ്കയിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഏതാണ്ട് 70% മലയോര ജനതയും അവർ വനാതിർത്തിയോട് ചേർന്നാണ് താമസിക്കുന്നത്. അവരുടെ ദൈനംദിന ജീവിതവുമായി വനപ്രദേശങ്ങളേറെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. കന്നുകാലികളെ മേയ്ക്കുന്നതിനും അതോടൊപ്പം തന്നെ ഈ മീൻ പിടിക്കുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കൊക്കെയായി അവർ വനത്തിലൂടെ നടക്കുകയും വനവിഭവങ്ങൾ ശേഖരിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. പക്ഷേ ഇനി അങ്ങോട്ട് ഈ ഭേദഗതി നിയമമായി മാറുന്നതോടെ അത് വലിയ തരത്തിൽ തടവ് ശിക്ഷയോ വലിയ പിഴത്തുകയോ അടയ്ക്കേണ്ട വലിയ തരത്തിലുള്ള കുറ്റമായി മാറുമെന്നാണ് അവരുടെ ആശങ്ക. ആ ആശങ്കയാണ് കേരള കോൺഗ്രസ് മുഖ്യമന്ത്രിയെ അറിയിക്കാൻ ശ്രമിക്കുന്നത്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ ഈ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ വനത്തിൽ നിന്ന് മീൻ പിടിക്കുന്നതിന് ഏത് തരത്തിലായിരിക്കണം നടപടികളെന്ന കൃത്യമായൊരു വ്യവസ്ഥകളൊന്നും നിലവിലില്ല. പക്ഷേ ഈ പുതിയ ഭേദഗതി നടപ്പിലാകുന്നതോടെ സ്ഫോടക വസ്തുക്കളോ മറ്റ് വിഷപദാർത്ഥങ്ങളോ ഉപയോഗിച്ചുകൊണ്ട് മീൻ പിടിക്കുന്നതിനടക്കം വലിയ തരത്തിൽ പിഴ ചുമത്തേണ്ട സാഹചര്യമുണ്ടാകും. സ്ഫോടക വസ്തുക്കളുമായി വനത്തിനുള്ളിൽ കയറുന്നതിന് വലിയ തരത്തിൽ പിഴ ഈടാക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതോടൊപ്പം ഫോറസ്റ്റ് വാച്ചർമാർക്കാണ് നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്താൻ, വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നിയമം. അത് അവരിൽ നിക്ഷിപ്തമാണ്. പക്ഷേ അത് ഈ പുതിയ ഭേദഗതിയിലൂടെ ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർമാർക്ക് മുകളിലുള്ളവർക്ക് മാത്രമേ മജിസ്ട്രേറ്റിന്റെ അനുമതിയില്ലാതെ, വാറന്റ് ഇല്ലാതെ ഈ അറസ്റ്റ് ചെയ്യാനുള്ള അനുവാദം ഉണ്ടായിരിക്കുകയുള്ളൂ. അങ്ങനെ പ്രധാനപ്പെട്ട 10-15ഓളം ഭേദഗതികളാണ് ഈ വനനിയമ ഭേദഗതിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതിൽ ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ടാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതിനിധികൾ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. പക്ഷേ വനം വകുപ്പ് മന്ത്രി നൽകുന്ന വിശദീകരണം അനുസരിച്ച് വരുന്ന ജനുവരിയിൽ നടക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ നിയമസഭയിൽ വിശദമായി ഈ കാര്യങ്ങളിൽ ചർച്ച നടത്തിയതിനു ശേഷം മാത്രമേ ഇതൊരു നിയമമായി മാറുകയുള്ളൂ. അവിടെ പ്രതിപക്ഷത്തിനും പ്രതിപക്ഷ നേതാവിനും ഇതുമായി ബന്ധപ്പെട്ട മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ ആശങ്കയുള്ളവർക്കും ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ആശങ്കകളുണ്ടെങ്കിലും അത് അറിയിക്കുന്നതിനുള്ള സാവകാശവും സൗകര്യങ്ങളും കൃത്യമായി നിയമവഴിയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു അനാവശ്യമായ വിവാദം ഉണ്ടാക്കുന്നത്? അങ്ങനെ ഒരു വിവാദത്തിന്റെ കാര്യമില്ല. ഇത് മുഴുവൻ പരിഹരിച്ചുകൊണ്ട് മാത്രമേ ഭേദഗതി നടപ്പിലാക്കുകയുള്ളൂ എന്നൊരു വിശദീകരണമാണ് മന്ത്രി AK ശശീന്ദ്രന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും കാത്തിരിക്കാം മുഖ്യമന്ത്രിയുമായി നടക്കുന്ന ചർച്ചയിൽ. മലയോര ജനതയുടെ ആശങ്ക അതിൽ വളരെ വലുതല്ലേ? ഒപ്പം ഈ രാഷ്ട്രീയമായി തന്നെ കേരള കോൺഗ്രസ് എമ്മിന് ഇത് ഒരു വലിയ സമ്മർദ്ദമാണ്. കാരണം സർക്കാരിൽ കൂടുതൽ അവരെ ഓർമ്മപ്പെടുത്തേണ്ട ഒരു സാഹചര്യം കേരള കോൺഗ്രസ് എമ്മിന് ഉണ്ട് എന്ന് പറയാം. പ്രത്യേകിച്ച് ഈ വന്യജീവി ആക്രമണം തുടർക്കഥയാവുകയാണ് നമ്മുടെ കേരളത്തിൽ. തീർച്ചയായിട്ടും. അതായത് ഈ വന്യജീവി ആക്രമണങ്ങളിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില വ്യവസ്ഥകൾ ഈ ഭേദഗതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അവിടെയാണ് ഈ വനത്തിനുള്ളിൽ കടന്ന് വന്യമൃഗങ്ങൾക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ കർശനമായി നിരോധിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഈ നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതോടൊപ്പം
മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ അത് വലിയ തരത്തിൽ ആശങ്കയിലേക്ക് ജനജീവിതത്തെ ദുസ്സഹമായി ബാധിക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. തുടർച്ചയായി ഉണ്ടാകുന്ന കാട്ടാന ആക്രമണങ്ങൾ, അതിൽ ജീവൻ നഷ്ടപ്പെടുന്ന ആളുകൾ, അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന് നിയമപരമായി മുമ്പോട്ട് പോകാൻ കഴിയാത്ത തരത്തിലുള്ള പരിമിതികൾ, അത് കേന്ദ്ര നിയമം ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അത് സൃഷ്ടിക്കുന്ന സങ്കീർണതകൾ, അതിനൊക്കെ നടുവിലാണ് ഇങ്ങനെയൊരു വന നിയമ ഭേദഗതിക്ക് ഒരുക്കുന്നത്. അതോടൊപ്പം എനിക്ക് തോന്നുന്നു അതിനേക്കാളൊക്കെ ആശങ്ക ഉണർത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ 1961 കേരള വന നിയമവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വ്യവസ്ഥകളിൽ അന്നത്തെ പിഴത്തുകയൊക്കെയാണ്. അതൊക്കെ താരതമ്യേന വളരെ കുറവാണ്. അപ്പോൾ ഇന്ന് പണത്തിന് മൂല്യശോഷണം, രൂപയ്ക്ക് മൂല്യശോഷണം സംഭവിച്ചിരിക്കുന്നു. അതോടൊപ്പം കുറ്റകൃത്യങ്ങളുടെ ഗൗരവം കൂടി കണക്കിലെടുക്കുന്ന തരത്തിൽ ഈ പിഴത്തുകകൾ വലിയ തരത്തിൽ വർദ്ധിപ്പിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അത് ഈ ദൈനംദിന ആവശ്യങ്ങൾക്ക് വനത്തിലേക്ക് കയറുന്ന, വനാതിർത്തിയോട് ചേർന്ന് ജീവിക്കുന്ന മലയോര ജനതയെ, പ്രത്യേകിച്ച് ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഏതാണ്ട് 70% ആളുകൾ വനാതിർത്തിയോട് ചേർന്നാണ് ജീവിക്കുന്നത്. അങ്ങനെയുള്ളവരുടെ ദൈനംദിന ജീവിതത്തെ ഈ ഭേദഗതികൾ ദോഷകരമായി ബാധിക്കുമെന്നൊരു ആശങ്ക ആ ജനതയ്ക്കുണ്ട്. അതാണ് അവർ പങ്കുവെക്കുന്നത്. ആ ആശങ്ക കേരള കോൺഗ്രസ് മുഖ്യമന്ത്രി അറിയിക്കാൻ ശ്രമിക്കുകയാണ്. അവിടെയാണ് വനം വകുപ്പ് മന്ത്രി പക്ഷേ മറിച്ചൊരു നിലപാടുമായി നിലനിൽക്കുന്നത്. അങ്ങനെ ഒറ്റയടിക്ക് നിയമം നടപ്പിലാക്കാനല്ല ഉദ്ദേശിക്കുന്നത്. എല്ലാ ഭേദഗതികളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അഭിപ്രായങ്ങൾ മുഴുവൻ സമന്വയിപ്പിച്ചുകൊണ്ട് മാത്രമേ ഇത് നിയമമാകുകയുള്ളൂ എന്ന നിലപാടിലാണ് അദ്ദേഹവും ഇപ്പോൾ ഉള്ളത്. ശരി ഡാൻ, മറ്റൊന്നുള്ളത് CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയെ ഇന്ന് തെരഞ്ഞെടുക്കുമല്ലോ. വി ജോയി ജില്ലാ സെക്രട്ടറി ആയി തുടരുമെന്നറിയുന്നു. പൊതുചർച്ചയ്ക്ക് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മറുപടി പ്രസംഗത്തിന് ശേഷമായിരിക്കും തെരഞ്ഞെടുപ്പെന്ന് പറയുന്നു. എന്തൊക്കെയാണ് ഇന്നത്തെ അജണ്ടകൾ, ഏത് രീതിയിലാണ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? നേരത്തെ സൂചിപ്പിച്ച പോലെ അശ്വതി, ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ ഇത് തെരഞ്ഞെടുക്കും. വി ജോയി തന്നെ തിരുവനന്തപുരം ജില്ലയെ നയിക്കും. തിരുവനന്തപുരത്തെ CPM-നെ നയിക്കുന്നത് വി ജോയി തന്നെ ആയിരിക്കാം ഇനിയും തുടർച്ചയായിട്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പാർട്ടിക്ക് ഉള്ളിൽ ഉണ്ടായ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇടക്കാലങ്ങളിൽ ഉണ്ടായ സംഭവവികാസങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകളിൽ, പ്രതിനിധി സമ്മേളനത്തിലടക്കം വിശദമായി ചർച്ച ചെയ്തിരുന്നു. അദ്ദേഹം പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചിരുന്നു. അതിൽ പാർട്ടിക്ക് ഉള്ളിൽ സ്വീകരിക്കേണ്ട, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് സ്വീകരിക്കേണ്ട നയങ്ങളെക്കുറിച്ചൊക്കെ വിശദമായ തരത്തിലുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. അവിടെ വിവിധ വകുപ്പുകളുടെ ഏകോപനം സംബന്ധിച്ച് വലിയ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും വരെ പ്രതിനിധികൾ വിമർശിക്കുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ആ വിമർശനങ്ങൾക്കൊക്കെയുള്ള മറുപടി കൂടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടാകും. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുന്നുണ്ട്. അവിടെ യുവ പ്രാതിനിധ്യം ആർക്കൊക്കെ ജില്ലാ കമ്മിറ്റിയിൽ പ്രാതിനിധ്യം ഉണ്ടാകും എന്നതാണ് ആകാംക്ഷ ഉണർത്തുന്ന കാര്യം. 4 പുതുമുഖങ്ങൾ എത്തിയേക്കും എന്ന തരത്തിലുള്ള സൂചനകൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വരുന്നുണ്ടായിരുന്നു. അവിടെയായിരുന്നു മേയർ ആര്യ രാജേന്ദ്രൻ, VK പ്രസാദ് MLA ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ നമ്മൾ പറഞ്ഞു കേൾക്കുകയും ചെയ്തത്. അതോടൊപ്പം AR റഹീം ഉൾപ്പെടെയുള്ളവർ ഈ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് നടപടികളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമാണ് പൊതുസമ്മേളനം. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായ പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ നടത്തിയ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിവാദങ്ങളുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാക്കൾ പലരായി അത് ഏറ്റുപിടിക്കുകയും വലിയ വിമർശനവുമായി, രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ പരാമർശത്തിൽ വലിയ വിമർശനവുമായി രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിന് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ മറുപടി നൽകാൻ ഈ പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകുമോ എന്നതും കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുകയാണ്. ശരി, ഡാൻ കുര്യനാണ് വിശദവിവരങ്ങൾ നൽകിയത്. സ്വിഗ്ഗി ഓൺലൈൻ ഭക്ഷ്യവിതരണ രംഗത്തെ തൊഴിൽ സമരം ഒത്തുതീർപ്പാക്കാൻ തൊഴിലാളി സംഘടനകളുമായി ഇന്ന് ചർച്ച നടക്കും. രാവിലെ 11 മണിക്കാണ് തിരുവനന്തപുരം ലേബർ കമ്മീഷണറേറ്റിൽ ചർച്ച. തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ചർച്ച നടക്കുന്നത്. ഓൺലൈൻ രംഗത്തെ തൊഴിൽ സംരക്ഷണത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാർ നിയമനിർമ്മാണം നടത്തുക, സ്വിഗ്ഗി തൊഴിലാളികളുടെ ഡെലിവറി ചാർജ് വെട്ടിച്ചുരുക്കിയ മാനേജ്മെന്റ് തീരുമാനം പിൻവലിക്കുക, ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക തുടങ്ങിയവയാണ് സമരക്കാരുടെ പ്രധാന ആവശ്യങ്ങൾ. കാസർഗോഡ് മൊഗ്രാൽ സ്വദേശി അബ്ദുൾ സലാമിനെ കഴുത്തറുത്ത് അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ ഇന്ന് ശിക്ഷാവിധി. കേസിൽ 6 പ്രതികൾ കുറ്റക്കാരാണെന്ന് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരുന്നു. പെർവാഡ മാളിയങ്കരയ്ക്ക് സമീപം കോട്ടയിലെ മൈതാനത്ത് അബ്ദുൾ സലാമിന്റെ തല വെട്ടിയെടുത്ത ശേഷം പ്രതികൾ കാലുകൊണ്ട് പന്ത് പോലെ തട്ടിക്കളിച്ച് മറ്റൊരു പറമ്പിൽ കൊണ്ടുവന്നു ഇട്ടു എന്നാണ് കുറ്റപത്രം. അതിക്രൂരമായ നടത്തിയ ഒരു കൊലപാതകമാണ്. അതിന്റെ ശിക്ഷാവിധി ഇന്ന് വരുമ്പോൾ
പ്രതികൾക്ക് ഏത് രീതിയിലുള്ള ശിക്ഷയാണ് എന്നുള്ളത് ഉറ്റുനോക്കുകയാണ്. കാരണം 6 പ്രതികളും കുറ്റക്കാരാണെന്ന് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. അബ്ദുൾ സലാമാണ് അതിക്രൂരമായി കൊല്ലപ്പെട്ടത്. ഇന്ന് കേസിൽ ശിക്ഷാവിധി വരികയാണ്. മൊഗ്രാൽ സ്വദേശി അബ്ദുൾ സലാമിന്റെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. കാസർഗോഡ് മൊഗ്രാൽ സ്വദേശി അബ്ദുൾ സലാമിനെ കഴുത്തറുത്ത് അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ ശിക്ഷാവിധി ഇന്ന് വരികയാണ്. കേസിൽ 6 പ്രതികൾ കുറ്റക്കാരാണെന്ന് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരുന്നു. കെ വി ബൈജു വിവരങ്ങളുമായി ചേരുന്നു. ബൈജു, എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? തീർച്ചയായും അങ്ങേയറ്റം അതിക്രൂരമായി നടത്തിയ ഒരു കൊലപാതകത്തിലാണ് ഇന്ന് വിധി പറയുന്നത്. എന്തായാലും ഈ കേസിൽ 2017 ഏപ്രിൽ 30 നടന്ന ഒരു കൊലപാതകമാണ്. അതിക്രൂരമായ ഒരു കൊലപാതകം. ആ കേസിലാണ് ഇന്ന് വിധി പറയുന്നതിൽ 6 പ്രതികളാണ് പ്രധാനമായും ഉള്ളത്. അതായത് കുമ്പള ബദരിയ നഗറിലെ അബൂബക്കർ സിദ്ദിഖ് എന്ന മാങ്ങാമുടി, അതുപോലെ തന്നെ പേരോൾ സ്വദേശികളായ ഉമർ ഫാറൂഖ്, നിയാസ്, പെർവാഡിലെ സഹീർ, ആരിക്കാടി ബംബ്രാണയിലെ ഷെരീഫ്, മൊഗ്രാൽ മാളിയങ്കര കോട്ടയിലെ ലത്തീഫ്, ഇങ്ങനെ 6 പ്രതികളാണ് ഈ കേസിലുള്ളത്. ഈ കേസിന്റെ നാൾ വഴികളിലേക്ക് വന്നാൽ 2017 ഏപ്രിൽ 30 അതിക്രൂരമായ കൊലപാതകം മൊഗ്രാൽ കോട്ട മൈതാനിയിൽ വെച്ച് നടക്കുന്നത്. ഈ അബ്ദുൾ സലാമിനെ കൊലപ്പെടുത്തിയതിനു ശേഷം ഇയാളുടെ കഴുത്തറുത്ത് അത് പന്ത് പോലെ തട്ടിക്കളിച്ച് തൊട്ടടുത്തൊരു വളപ്പിലേക്ക് തട്ടിത്തെറിപ്പിച്ചു എന്നാണ് ഈ കുറ്റപത്രത്തിൽ തന്നെ പറയുന്നത്. അത്രത്തോളം നീചമായൊരു കൊലപാതകം. ആ കൊലപാതകത്തിലാണ് ഇന്ന് വിധി പറയുന്നത്. ഇതിൽ സിദ്ദിഖ് എന്ന സിദ്ദിഖ് എന്ന ഒന്നാം പ്രതി ദയാനന്ദൻ എന്ന BJP പ്രവർത്തകരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി കൂടിയാണ്. അത്തരത്തിൽ നിരവധി ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതികൾ നടത്തിയ ഒരു കൊലപാതകം. പ്രധാനമായും മണലെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്നാണ് പോലീസ് കുറ്റപത്രത്തിൽ പറയുന്നത്. ഈ സിദ്ദിഖിന്റെ മണൽ ലോറി പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചതും അതുപോലെ തന്നെ സിദ്ദിഖിന്റെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തി എന്നതുമാണ് ഈ കൊലപാതകത്തിന് കാരണമായി മാറിയത്. അത്തരത്തിൽ അബ്ദുൾ സലാമിനെ ഇവർ കൂട്ടം ചേർന്ന് 8 പേർ ചേർന്നാണ് ഈ കൊലപ്പെടുത്തുന്നത്. അതിൽ 2 പ്രതികളെ കോടതി നേരത്തെ തന്നെ വെറുതെ വിട്ടിരുന്നു. ശനിയാഴ്ച ഈ കോടതി ഈ കേസ് വിധി പറയാൻ മാറ്റിയിരുന്നെങ്കിലും ഇന്ന് വിധി പറയുമെന്നാണ് പറഞ്ഞത്. 12 മണിയോടുകൂടി ഇതിന്റെ വിധി ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ അബ്ദുൾ സലാം നേരത്തെ ഒരു കുമ്പള പഞ്ചായത്ത് അംഗത്തിന്റെ മകനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായിരുന്നു. ഈ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷമാണ് ഈ കൊലപാതകം നടക്കുന്നത്. എന്തായാലും വളരെ കേസിലെ കുറ്റപത്രം അത് വളരെ ഗൗരവമുള്ളതാണ്. നേരത്തെ ബൈജു പറഞ്ഞതുപോലെ അതിക്രൂരമായാണ് കൊലപാതകം എന്ന കൊലപാതകത്തിന് ശേഷവും തല പന്തുപോലെ തട്ടിക്കളിച്ചു എന്നുള്ള കുറ്റപത്രം രാവിലെ ആരും കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും അതിലേക്ക് വിശദമായി പോകുമ്പോൾ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും അശ്വതി, നമുക്ക് കേൾവി പോലും ഇല്ലാത്ത ഒരു സംഭവം കേരളത്തിൽ ഒരു പക്ഷേ ഇത്തരത്തിലൊരു കൊലപാതകം, ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകം നടന്നിട്ടുണ്ടോ എന്ന് പോലും സംശയമുണ്ട്. ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ കേൾക്കുന്ന ആ രീതിയിലുള്ള ഒരു കൊലപാതകമാണ്. വലിയൊരു സംഘം, 8ഓളം പേരടങ്ങുന്ന ഒരു സംഘം ഇത്തരത്തിൽ ക്രൂരമായ ഒരു കൊലപാതകം നടത്തുകയും ഈ അബ്ദുൾ സലാമിന്റെ കഴുത്തറുത്ത് ഈ മൈതാനത്തിൽ, ഫുട്ബോൾ മൈതാനത്തിൽ നിന്നും ഇത്തരത്തിൽ പന്ത് പോലെ തട്ടിക്കളിച്ച് തൊട്ടടുത്തൊരു വളപ്പിലേക്ക് തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് ഈ ഉടല് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും പോലീസ് വളരെ ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിലാണ് ഇതിന്റെ കുറ്റപത്രം സമർപ്പിച്ചത്. കുറ്റപത്രം പരിശോധിച്ചാൽ കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ ഇതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 53 സാക്ഷികളാണ് ഈ കേസിലുള്ളത്. എന്തായാലും അത്രത്തോളം പോലീസിന്റെ അന്വേഷണം വളരെ മികവാർന്നൊരു അന്വേഷണത്തിനൊടുവിലാണ് ഈ 8 പ്രതികളും അറസ്റ്റിലാവുന്നത്. അതിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 6 പേരെയാണ് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. ഇവർക്ക് വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. അത്രത്തോളം അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായി പരിഗണിച്ച് ഇതിൽ വധശിക്ഷ നൽകണമെന്നാണ് ഈ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. ഏതായാലും ഇവർക്കുള്ള ശിക്ഷ 12 മണിയോടുകൂടി തന്നെ ഉണ്ടാകും. ആ ശിക്ഷ അത് എന്തായാലും കാത്തിരിക്കുകയാണ്. കാരണം ഇവർ ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതികളാണ്. അത്രയും ക്രൂരമായി നടത്തിയ ഒരു കൊലപാതകമാണ്. അതുകൊണ്ടാണ് ഇവർക്ക് വധശിക്ഷ നൽകണമെന്ന ഒരു ആവശ്യം പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. ഏതായാലും കോടതി ഇത് അംഗീകരിക്കുമോ എന്ന് എന്തായാലും കാത്തിരിക്കേണ്ടി വരും. അത് 12 മണി വരെ കാത്തിരിക്കേണ്ടി വരും. 12 മണിക്കായിരിക്കും ഇതിന്റെ വിധി ഉണ്ടാവുക. അശ്വതി. ശരി, കെ വി ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കുചേരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹി CBCI ആസ്ഥാനത്ത് വൈകിട്ട് നടക്കുന്ന ചടങ്ങുകളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കും. CBCI അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടികൾ. CBCI ആസ്ഥാനത്തിന് സമീപമുള്ള സേക്രഡ് ഹാർട്ട് ദേവാലയം മോദി സന്ദർശിച്ചേക്കും. കിരൺ ബാബു ആണ് വിവരങ്ങളുമായി ചേരുന്നത്. കിരൺ, എന്തൊക്കെയാണ് മോദിയുടെ പരിപാടികൾ അവിടെ?
അശ്വതി, പ്രധാനമന്ത്രി നേരിട്ട് ഇങ്ങനെ ഒരു ആഘോഷത്തിൽ, പ്രത്യേകിച്ച് CBCയുടെ ആസ്ഥാനത്തിൽ, ഇന്ത്യയിലെ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ആണ്, അത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ക്രിസ്ത്യൻ സംഘടനയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ സംഘടന, പുരോഹിതന്മാരുടെ സംഘടന എന്ന് തന്നെ പറയാം. അവർ സംഘടിപ്പിക്കുന്ന ക്രിസ്മസ് ആഘോഷത്തിൽ പ്രധാനമന്ത്രി പങ്കുചേരുന്നു. പ്രധാനമന്ത്രി ഓഫീസ് തന്നെയാണ് ഇങ്ങനെ ഒരു വിവരം അറിയിച്ചത്. ഡൽഹിയിൽ പ്രധാനമന്ത്രി ഓഫീസിന് വളരെ അടുത്ത്, ഡൽഹി നഗരത്തിന് കേന്ദ്രത്തിൽ തന്നെയാണ് ഗോൾഡാഖാനയോട് ചേർന്ന് CBC ആസ്ഥാനമുള്ളത്. CBC ആസ്ഥാനത്ത് തന്നെയാണ് ഈ സെക്കൻഡ് ഹാർട്ട് ദേവാലയമുള്ളത്. ആ ദേവാലയത്തിൽ വെച്ചിട്ടാണ് ക്രിസ്മസ് ആഘോഷം നടക്കുന്നത്. ഡൽഹിയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്മസ് ആഘോഷം നടക്കുന്ന, 24 രാത്രി ക്രിസ്മസ് ആഘോഷം നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയത്തിൽ ഒന്നാണ് ഈ സെക്കൻഡ് ഹാർട്ട് ഗോൾഡാഖാനയിലെ പള്ളി. നിരവധി വിവിധ സംസ്ഥാനക്കാരായ നിരവധി ക്രൈസ്തവ വിശ്വാസികൾ ഈ പള്ളിയിലേക്ക് എത്തുകാറൊക്കെ ഉണ്ട്. അവിടെയാണ് ഇന്ന് വൈകുന്നേരം നടക്കുന്ന പ്രത്യേക ക്രിസ്മസ് ആഘോഷത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത്. പ്രധാനമന്ത്രി അത്തരം ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായും ക്രിസ്ത്യൻ മതവിഭാഗവുമായി BJPയും കേന്ദ്ര സർക്കാരും കൂടുതൽ അടുക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അത്തരം ഒരു സന്ദേശം നൽകാൻ ആഗ്രഹിക്കുന്നു എന്ന രാഷ്ട്രീയ സന്ദേശം കൂടിയാണ് ഇതുവഴി നൽകുന്നത്. കർദിനാൾമാരും ബിഷപ്പുമാരും അടക്കമുള്ള ക്രിസ്ത്യൻ സഭകളുടെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഈ വൈകുന്നേരം നടക്കുന്ന ക്രിസ്മസ് പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവരുമായി മോദി അനൗദ്യോഗികമായ ഒരു ചർച്ചയും നടത്തുന്നുണ്ട്, അവരുമായി കൂടിക്കാഴ്ചയും നടത്തുന്നുണ്ട്. ഒപ്പം ഈ ക്രിസ്മസ് ആഘോഷത്തിലും പങ്കെടുക്കുന്നുണ്ട്. 2 ദിവസം മുമ്പ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ വീട്ടിൽ നടന്ന ക്രിസ്മസ് ആഘോഷത്തിലും അദ്ദേഹം പ്രധാനമന്ത്രി പങ്കെടുത്തിരുന്നു. അവിടെ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുകയും അത് ക്രിസ്മസിനോടനുബന്ധിച്ച പരിപാടികൾ കാണുകയും ഒക്കെ ചെയ്തിരുന്നു. ആ പരിപാടികൾ കാണിച്ച ശേഷം അദ്ദേഹം തന്നെയാണ്, പ്രധാനമന്ത്രി തന്നെയാണ് ട്വിറ്റർ എക്സിൽ ഈ ചിത്രങ്ങളടക്കം പങ്കുവച്ചത്. എന്തായാലും BJP ആ തരത്തിലേക്ക്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ആ തരത്തിലേക്ക് ക്രിസ്ത്യൻ മതവിഭാഗങ്ങളുമായി അത്തരമൊരു അടുപ്പം സൂക്ഷിക്കാനുള്ള ഒരു താല്പര്യം, അല്ലെങ്കിൽ അത്തരം ഒരു സന്ദേശം നൽകാൻ ആഗ്രഹിക്കുന്നു എന്നതാണ്. കേരളത്തിലടക്കമുള്ള പ്രധാനപ്പെട്ട BJP നേതാക്കൾ ക്രിസ്ത്യൻ വീടുകളിൽ കേക്കുമായും അല്ലെങ്കിൽ ക്രിസ്മസ് സന്ദേശവുമായി എത്തുന്നുണ്ട്. ഇത് രാജ്യത്താകമാനം BJPയും കേന്ദ്ര സർക്കാർ നടത്തുന്ന ഒരു നീക്കത്തിന്റെ ഭാഗം കൂടിയായി ഇതിനെ കാണേണ്ടി വരും. ശരി, R. കിരൺ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്. വർഗീയതയ്ക്കെതിരെ ഡിവൈഎഫ്ഐയുടെ സൗഹൃദ ക്രിസ്മസ് കരോൾ ഇന്ന് പാലക്കാട് രാവിലെ 10-ന് നല്ലേപ്പള്ളിയിൽ വെച്ചാണ് സൗഹൃദ ക്രിസ്മസ് കരോൾ. പാലക്കാട് നല്ലേപ്പള്ളി UP സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം നടത്തിയതിന് അധ്യാപകരെ ഭീഷണിപ്പെടുത്തിയ വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് സൗഹൃദ ക്രിസ്മസ് കരോളുമായി ഡിവൈഎഫ്ഐ എത്തുന്നത്. മറ്റു വാർത്തകളുടെ വേളയ്ക്ക് ശേഷം. ഫാക്സ് ന്യൂസ് ആരംഭിക്കുന്നു. തലക്കെട്ടുകൾ. അല്ലു അർജുന്റെ വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 8 പേർ അറസ്റ്റിൽ. ആക്രമിച്ചത് പുഷ്പ 2വിന്റെ റിലീസ് ദിനത്തിൽ തിക്കിലും തിരക്കിലും പെട്ടു മരിച്ച യുവതിയുടെ കുടുംബത്തിന് നീതി വേണമെന്ന് ആവശ്യപ്പെട്ട് അല്ലു അർജുനെതിരെ മുദ്രാവാക്യം മുഴക്കി അതിക്രമിച്ച് കടന്ന് വീട്ടിലേക്ക് കല്ലെറിഞ്ഞു. സുരക്ഷാ ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്തു. ചെടിച്ചട്ടിലടക്കം നശിപ്പിച്ചു. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായവരുടെ പുനരധിവാസ പദ്ധതിയുടെ മേൽനോട്ടത്തിന് പ്രത്യേക സമിതിയെ നിയോഗിക്കും. പ്രത്യേക മന്ത്രിസഭായോഗത്തിലാണ് തീരുമാനം. വീടുകൾ നിർമ്മിക്കാനുള്ള ടൗൺഷിപ്പിന്റെ കാര്യവും സ്ഥലമേറ്റെടുക്കലിന്റെ കാര്യവും ചർച്ച ചെയ്ത് മന്ത്രിസഭ. വീടുകൾ നിർമ്മിക്കാൻ സന്നദ്ധത അറിയിച്ചവരുമായി അടുത്ത ദിവസം ചർച്ച നടത്താൻ ചീഫ് സെക്രട്ടറിക്ക് ചുമതല. വയനാട് പുനരധിവാസത്തിൽ വീണ്ടും വാർത്തയിലേക്ക്. ലോകം മുഴുവൻ പ്രത്യാശയുടെ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ മുനമ്പത്തുകാർ സ്വന്തം മണ്ണ് കൈവിട്ടു പോകാതിരിക്കാൻ നിരാഹാരം തുടരുകയാണ്. മുനമ്പത്തെ 610 കുടുംബങ്ങളിലെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തിയുള്ള നിരാഹാര സമരത്തിനാണ് ക്രിസ്മസ് ദിനം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. സമരം ഇന്ന് 72 ദിവസം എത്തി. സമരം ഇത് കഴിയണവരെയും ഞങ്ങൾ ഇവിടെ ഇരിക്കും. ഞങ്ങൾ ഇതുവരെയും ഞങ്ങൾക്ക് ദുഃഖം തന്നെ. ഞങ്ങൾക്കൊരു സന്തോഷ സമാധാനം കിട്ടണമെങ്കിൽ ഭൂമി ഇത് ഞങ്ങൾക്ക് സമാധാനമായിട്ട് തന്നെ കിട്ടണം. ഈ ക്രിസ്മസ് പെരുന്നാൾ വന്നി സന്തോഷത്തോട് സമാധാനം മക്കളൊക്കെ വരും. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ സമരപന്തലിലായിരിക്കും. മുനമ്പത്തുകാർക്കും ക്രിസ്മസ് ആഘോഷത്തിന്റെയും പ്രത്യാശയുടെയും ദിനങ്ങളായിരുന്നു കഴിഞ്ഞ വർഷം വരെ. മുണ്ടുമുറുക്കി അധ്വാനിച്ചു കൊണ്ടുവന്നതെല്ലാം കുഞ്ഞു മക്കൾക്ക് നൽകിയായിരുന്നു ക്രിസ്മസ് ദിനങ്ങൾ. എന്നാൽ ഇക്കൊല്ലം ഇവിടെ ആഘോഷങ്ങളില്ല. ഭൂമി തിരികെ പിടിക്കാനുള്ള ശ്രമം മാത്രം. ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ കൊല്ലത്തെ ക്രിസ്മസ് ഒക്കെ ഉപരോധിച്ചിട്ട് സമരത്തിനായിട്ട് എല്ലാ ആൾക്കാരും ഒത്തൊരുമിച്ചോട് നിൽക്കണേ. ഞങ്ങൾക്ക് നീതി കിട്ടണം, അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോരാടുകയാണ്.
അപ്പോൾ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ഞങ്ങളെല്ലാവരും ബഹിഷ്കരിച്ചിട്ട് എല്ലാവരും ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഞങ്ങൾ നിരാഹാരമായിട്ട് ഇരിക്കാൻ വേണ്ടി ഈ തീരുമാനിച്ചേക്കണേയുള്ളൂ. ഞങ്ങളുടെ ഭൂമി ഞങ്ങൾക്ക് തിരികെ കിട്ടണം. ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ചാണ് ഞങ്ങൾ ഈ 10-35 കൊല്ലം ഞങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ട്. അന്ന് തുടങ്ങി ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അത് വെച്ച് ചെയ്തിരുന്നതാണ്. കരമടക്കുകയും പണയപ്പെടുത്തുകയും പൈസ എടുക്കുകയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നതാണ്. ഇപ്പം ഇതൊരു പെട്ടെന്നല്ല ഇങ്ങനെ വന്നുകൊണ്ട് പറയണത്. വീടുകളിലും പള്ളികളിലും നക്ഷത്രങ്ങളില്ല, പുൽക്കൂടില്ല. ക്രിസ്മസ് ആഘോഷിക്കേണ്ട കുഞ്ഞുങ്ങളും നിരാഹാര പന്തലിൽ. ക്രിസ്മസ് ദിനത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഭക്ഷണമില്ല. എല്ലാവരും നിരാഹാരത്തിലായിരിക്കും. നക്ഷത്രങ്ങളൊന്നും ഇടുന്നില്ല. ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ തരാത്തതിൻ്റെ പ്രതിഷേധമാണ് എല്ലാ കുടുംബങ്ങളിലും ഇല്ല. എല്ലാവരും തന്നെ ഈ സമരപ്പന്തലുണ്ടാവും. ഈ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് തീർത്ത് തന്നെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ക്രിസ്മസ് ദിനത്തോടെ മുനമ്പം ജനത കടക്കുന്നത് സമരത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്കാണ്. കുടുംബി, വെട്ടുവ, SNDPയുടെ സംഘടനകളിൽ നിന്നും അവരുടെ കുടുംബങ്ങളിൽ നിന്നും ഓരോ വ്യക്തി ഇതിൽ പങ്കെടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 500 പേര് അന്ന് ഇവിടെ നിരാഹാര സമരത്തിൽ പങ്കെടുക്കും. അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും പലരും വിളിച്ച് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും അവർ നിരാഹാര സമരത്തിൽ ഒന്ന് പങ്കെടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ മുനമ്പം ജനതയ്ക്ക് ഇത് സമരത്തിന്റെ ദിനങ്ങളാണ്. തിരുപ്പിറവി ദിനത്തിലും ഈ സമരമുഖത്തെത്തി നിരാഹാരം അനുഷ്ഠിക്കാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. ക്യാമറാമാൻ മനോജിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സാലോജിക് കമ്പനിയുമായുള്ള ഇടപാടിലെ SFIO അന്വേഷണത്തിനെതിരായ CMRLന്റെ ഹർജി ഇന്ന് ഡൽഹി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. CMRL ഭീകരപ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്ക് പണം നൽകിയതായി സംശയമുണ്ടെന്ന് SFIO കഴിഞ്ഞ തവണ വാദിച്ചിരുന്നു. എക്സാലോജിക്കിന് പണം നൽകിയത് രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാനെന്ന് സംശയമുണ്ടെന്നും SFIO ആരോപിച്ചു. ഇക്കാര്യങ്ങളിൽ CMRL ഇന്ന് മറുപടി നൽകും. ഹർജിയിൽ കക്ഷി ചേരാനുള്ള ഷോൺ ജോർജിന്റെ അപേക്ഷയിലും വാദം കേൾക്കും. ഇനി ശബരിമല വാർത്തകൾ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമലയിൽ തീർത്ഥാടക തിരക്ക് തുടരുകയാണ്. ഇന്നലെ 84,000-ത്തിലധികം പേർ മല കയറി. ഇന്ന് രാവിലെയും തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. മണ്ഡല പൂജയ്ക്കായുള്ള മുന്നൊരുക്കങ്ങൾ സന്നിധാനത്ത് തുടരുകയാണ്. തങ്കയങ്കി ഘോഷയാത്ര മറ്റന്നാൾ വൈകുന്നേരം സന്നിധാനത്തെത്തും. ജി ശ്രീജിത്ത് ചേരുന്ന വിവരങ്ങളുമായി. ശ്രീജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് ശബരിമലയിൽ നിന്നുള്ള പുതിയ വിവരങ്ങൾ? അശ്വതി, ശബരിമലയിലെ തിരക്കും ഇനി മണ്ഡല പൂജാ വിശേഷങ്ങളും തന്നെയാണ് ഇനി ബാക്കിയുള്ളത്. മണ്ഡല പൂജയ്ക്ക് ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. മറ്റന്നാളാണ് തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്ത് എത്തിച്ചേരുക. എന്തായാലും തിരക്ക് തുടരുകയാണ്. രാവിലെ മുതൽ നല്ല തിരക്കുണ്ട്. ഇന്നലെ സാധാരണ ഞായറാഴ്ചകളിൽ തിരക്ക് കുറവാണ്, വളരെ കുറയുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നലെയും ഏതാണ്ട് 80,000 പിന്നിട്ട് ഭക്തർ സന്നിധാനത്തേക്ക് എത്തി എന്ന് തന്നെ നമുക്ക് പറയാം. അതിനും അപ്പുറത്തേക്കായിരിക്കാം ഒരുപക്ഷെ അന്തിമ കണക്ക് വരാൻ സാധ്യത. പക്ഷെ ഇന്ന് രാവിലെ വരെയുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് അത് അല്പം കുറവായിരുന്നു എന്നാണ് നേരത്തെ വന്നിരുന്ന റിപ്പോർട്ടുകൾ. പക്ഷേ നേരിട്ട് സ്പോട്ട് ബുക്കിംഗിലൂടെയൊക്കെ ഇന്നൊക്കെ നേരിട്ട് ഭക്തർ എത്തിക്കഴിഞ്ഞാൽ അത് പതിവ് പോലെ ഒരു 90,000-ത്തിലേക്ക് ഇന്നും തിരക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഉഷപൂജയ്ക്ക് നട അടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭക്തരെ കടത്തിവിടുന്നതിൽ ഒരല്പം നിയന്ത്രണം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ 18-ാം പടിക്ക് താഴെയുള്ള കാഴ്ചകളാണ്. ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ് ഭക്തർ എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും മണ്ഡല പൂജാ ദിവസം, അതായത് 25 മറ്റന്നാളും അതിനടുത്ത ദിവസവും തിരക്ക് നിയന്ത്രിക്കാനുള്ള ഒരുക്കങ്ങൾ, അതേപോലെ ഇവിടെ ഇന്നും നാളെയും ഒക്കെ എത്തുന്ന ഭക്തർ തമ്പടിക്കാനുള്ള സാധ്യത പോലും മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ മുൻനിർത്തി എന്തൊക്കെ ക്രമീകരണങ്ങൾ വേണം എന്ന് ആലോചിക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥ തലത്തിലുള്ള യോഗങ്ങൾ കഴിഞ്ഞ 2-3 ദിവസമായി നടന്നു വരികയാണ്. ഇന്നും തുടരും. മന്ത്രി VN വാസവനാണ് മറ്റന്നാൾ പമ്പയിൽ ഈ തങ്കയങ്കി ഘോഷയാത്രയെ സ്വീകരിക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഇന്നലെ തന്നെ സന്നിധാനത്തെത്തി ഏകോപനങ്ങൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. ADGP S ശ്രീജിത്തും വൈകാതെ ഇവിടെ എത്തുമെന്നാണ് വിവരം. അതായത് അങ്ങനെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ നേതൃത്വം നൽകിക്കൊണ്ട് മന്ത്രി തന്നെ ഇടപെട്ടുകൊണ്ടുള്ള ഒരു മുന്നൊരുക്ക ക്രമീകരണങ്ങളായിരിക്കും ശബരിമലയിൽ ഉണ്ടാകുക. എന്തായാലും മണ്ഡല പൂജയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഈ സന്നിധാനം. അശ്വതി.
ശരി, ശ്രീജിത്താണ് സന്നിധാനത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. MT വാസുദേവൻ നായരുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്. മരുന്നുകളോട് നേരിയ തോതിൽ പ്രതികരിക്കുന്നുണ്ടെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ആരോഗ്യനില സംബന്ധിച്ച പുതിയ വിവരം 10 മണിയോടെ പുറത്തുവരും. അദ്ദേഹം കുറച്ചുനാളായി ആശുപത്രിയിൽ തുടരുകയാണ്. മലയാളികൾ ഒന്നടങ്കം അദ്ദേഹത്തിനായി പ്രാർത്ഥിക്കുന്നു, അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവിനായി. അതേസമയം ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ തുടരുന്നു എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ഏറ്റവും പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ 10 മണിയോടെ പുറത്തുവരും. എന്തൊക്കെ കാര്യങ്ങളാകും ഇപ്പോൾ, ഏത് മരുന്നിനോട് അദ്ദേഹം ഏത് രീതിയിൽ പ്രതികരിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ നിലവിലെ ആരോഗ്യാവസ്ഥയൊക്കെ വിശദമായി തന്നെ മെഡിക്കൽ ബുള്ളറ്റിൻ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. വിദഗ്ധ സംഘം, ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം അദ്ദേഹത്തെ നിരീക്ഷിച്ചു വരികയാണ് ആശുപത്രിയിൽ. അദ്ദേഹം മരുന്നുകളോട് നേരിയ തോതിൽ പ്രതികരിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന വിവരം. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ വലിയ പുരോഗതിയില്ല, ആ രീതിയിൽ തന്നെ തുടരുന്നു എന്നാണ് അറിയുന്നതെന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് ഇന്ന് ഇപ്പോൾ 10 മണിക്ക് ആണ് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തുവരിക? ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന വിവരങ്ങൾ ഏത് രീതിയിലാണ്? അശ്വതി, MT വാസുദേവൻ നായരുടെ ആരോഗ്യനില അങ്ങേയറ്റം ഗുരുതരമായി തുടരുന്നു എന്ന് തന്നെയാണ് ആശുപത്രിയിൽ നിന്നും ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ മെഡിക്കൽ ബുള്ളറ്റിലും പറയുന്നത്. ഒരു തരത്തിലും പുതിയ തരത്തിലുള്ള ചികിത്സകൾ, അതായത് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം ഓരോ നിമിഷവും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വിലയിരുത്തുന്നുണ്ട്. ഇന്നലെ ഈ ആരോഗ്യ പ്രവർത്തകർ, ഈ ആശുപത്രിയിൽ ഡോക്ടർമാർ, വിദഗ്ധർ യോഗം ചേർന്നിരുന്നു. അതിനുശേഷം ഏത് തരത്തിലുള്ള മാറ്റം ചികിത്സയ്ക്ക് വരുത്താം എന്നതിനെപ്പറ്റി ചർച്ച നടത്തുകയും ചെയ്തു. എന്തായാലും അതനുസരിച്ചുള്ള ചികിത്സയാണ് നടക്കുന്നത്. ആദ്യ 2-3 ദിനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ മരുന്നുകളോട് നേരിയ തോതിൽ കഴിഞ്ഞ 2 ദിവസമായി പ്രതികരിക്കുന്നു എന്നതാണ് ഒരു അനുകൂല ഘടകമായി ഡോക്ടർമാർ കരുതുന്നത്. അത് കുറച്ചുകൂടി മെച്ചപ്പെട്ടാൽ കാര്യങ്ങൾ അനുകൂലമാവും എന്നൊരു പ്രതീക്ഷ അവർക്ക് ഉണ്ട്. കൈകാലുകൾക്കൊക്കെ ചെറിയ ചലനങ്ങൾ കഴിഞ്ഞ 2 ദിവസമായി രേഖപ്പെടുത്തുന്നു. ഒപ്പം ഈ ആരോഗ്യനില കൂടുതൽ വഷളാവുകയോ മെച്ചപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നാണ് ആശുപത്രി വൃത്തങ്ങൾ നൽകുന്ന വിവരം. അതായത് ഏറെ വഷളാവുന്നില്ല എന്നത് ഒരു അനുകൂല ഘടകമായി തന്നെയാണ് ഡോക്ടർമാർ കരുതുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്ന് രാവിലെ 10 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വരും എന്നാണ് ആശുപത്രി വ്യക്തമാവുന്നത്. എന്തായാലും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില പോകട്ടെ, അല്ലെങ്കിൽ കൂടുതൽ ശരീരഭാഗങ്ങളുടെ പ്രവർത്തനം കൂടുതൽ ഊർജിതമായി നടക്കട്ടെ എന്നൊക്കെ ആശ്വസിക്കാം. എന്തായാലും എഴുത്തുകാരും രാഷ്ട്രീയ പ്രവർത്തകരും അടക്കം നിരവധി പേരാണ് ഇപ്പോഴും ആശുപത്രിയിലേക്ക് എത്തുന്നത്. അവരിൽ പലരും പ്രകടിപ്പിക്കുന്ന വികാരവും അദ്ദേഹം ഒരു പോരാളിയാണ്, പലപ്പോഴും ഇത്തരം അപകടഘട്ടങ്ങളിൽ നിന്നും തിരിച്ചു വന്നിട്ടുള്ള ഒരു മഹാനായ ആൾ കൂടിയാണ്. അതുകൊണ്ട് ഇത്തവണയും അദ്ദേഹം തിരിച്ചു വരും എന്ന പ്രതീക്ഷ പലരും പങ്കുവയ്ക്കുകയും സമൂഹ മാധ്യമങ്ങളിലും മറ്റുമൊക്കെ കുറിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ഏതാണ്ട് 6 മാസത്തിനിടയ്ക്ക് പലവട്ടം അദ്ദേഹം ഇതുപോലെ രോഗം മൂർച്ഛിച്ച് ആശുപത്രി പ്രവേശിപ്പിച്ചും 1-2 തവണയൊക്കെ അതീവ ഗുരുതരാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിരുന്നു. അവിടെ നിന്നൊക്കെ അദ്ദേഹം മടങ്ങി എത്തിയ ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു മടങ്ങിവരവ് തന്നെയാണ് ഈ പല ആളുകളും അദ്ദേഹത്തെ ഏറെ ആരാധിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം തോളോട് തോൾ ചേർന്നിരുന്ന് പ്രവർത്തിച്ച ആളുകളൊക്കെ പങ്കുവെക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇന്നത്തെ ദിനത്തിൽ കൂടുതൽ ശുഭകരമായ വാർത്തകൾ നമുക്ക് പ്രതീക്ഷിക്കാം. വിദഗ്ധരുടെ സംഘം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഓരോ നിമിഷവും വിലയിരുത്തി വരികയാണ്. ഇന്നും ആരോഗ്യ സംഘം പ്രത്യേക യോഗം ചേരുന്നുണ്ട്. അതിനുശേഷമാവും എന്തൊക്കെ മാറ്റങ്ങൾ ചികിത്സയിൽ വരുത്തണമെന്ന കാര്യത്തെക്കുറിച്ചൊരു തീരുമാനം വരിക. എന്തായാലും നിലവിൽ മരുന്നുകളോട് അദ്ദേഹം നേരിയ തോതിൽ പ്രതികരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില കൂടുതൽ മോശമായിട്ടില്ല, അല്ലെങ്കിൽ കൂടുതൽ വഷളായിട്ടില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. അശ്വതി, അതാണ് MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. MTയുടെ ആരോഗ്യനില അതേ രീതിയിൽ തുടരുകയാണ്. 10 മണിയോടെ പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തുവരും. തിക്കിലും തിരക്കിലും യുവതി മരിച്ച വിവരം അറിഞ്ഞിട്ടും നടൻ അല്ലു അർജുൻ സിനിമ കാണൽ തുടർന്നെന്ന പോലീസ് റിപ്പോർട്ട്. യുവതി മരിച്ച സന്ധ്യ തിയേറ്ററിലെ CCTV ദൃശ്യങ്ങളും പോലീസ് പുറത്തുവിട്ടു. പുഷ്പ 2വിന്റെ പ്രീമിയർ ഷോയ്ക്കിടയിൽ യുവതി മരിച്ച വിവരം അല്ലു അർജുനെ നേരിട്ട് അറിയിച്ചിരുന്നതായും പോലീസ് പറഞ്ഞു. ഉടൻ മടങ്ങണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും സിനിമ കണ്ടു കഴിയട്ടെ എന്നാണ് നടൻ മറുപടി നൽകിയത് എന്നാണ് വിവരങ്ങൾ.
ആർ കിരൺ ബാബുവാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. കിരൺ, എന്തായാലും കുരുക്ക് മുറുകുകയാണ് അല്ലു അർജുന്. അല്ലു അർജുൻ അങ്ങനെ പ്രതികരിച്ചെങ്കിൽ അത് തെറ്റ് തന്നെയാണ് എന്ന് പറയാം. എന്തൊക്കെയാണ് പോലീസ് ഇക്കാര്യത്തിൽ പറയുന്നത്? അശ്വതി, രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായത്. ഇന്നലെ അല്ലു അർജുൻ്റെ വീട്ടിലേക്ക് ഉസ്മാനിയ സർവകലാശാലയിലെ സംയുക്ത വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ മാർച്ച് നടത്തുകയും അവർ വീട്ടിലേക്ക് ആദ്യം തക്കാളി വലിച്ചെറിയുകയും അതോടൊപ്പം തന്നെ പിന്നീട് വീട്ടിനുള്ളിൽ കടന്നു കയറി വീടിൻ്റെ കോമ്പൗണ്ടിൽ കടന്നു കയറി അവിടുത്തെ ചെടിച്ചട്ടികളൊക്കെ നശിപ്പിക്കുകയും ചെയ്തു. അല്ലു അർജുൻ്റെ ആ സമയത്ത് അല്ലു അർജുൻ വീട്ടിലുണ്ടായിരുന്നില്ല. വീടിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഈ ഉസ്മാനിയ സർവകലാശാലയിലെ സമരക്കാരായ വിദ്യാർത്ഥികളും തമ്മിൽ ഉന്തും തള്ളുമൊക്കെ ഉണ്ടായി. അവിടെ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇവരെ 6 പേരെ പോലീസിൻ്റെ കസ്റ്റഡിയിലും എടുത്തിട്ടുണ്ട്. ഇവർ പ്രധാനമായും ഉന്നയിച്ച ആവശ്യം ഈ മരണമടഞ്ഞ സ്ത്രീക്കും അവരുടെ മകൻ ഇപ്പോൾ 9 വയസ്സുകാരൻ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇവർക്ക് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നുള്ളതാണ്. 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും എന്ന് അല്ലു അർജുൻ പ്രഖ്യാപിച്ചെങ്കിലും ഇതുവരെയും ആ തുക ലഭ്യമായിട്ടില്ലെന്നും പ്രതിഷേധക്കാർ പറയുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണം കിട്ടിയോ ഇല്ലയോ എന്ന സ്ഥിരീകരണം നമുക്ക് എന്തായാലും വ്യക്തമല്ല. അവിടെ പ്രതിഷേധക്കാർ പറയുന്ന അങ്ങനെ 25 ലക്ഷം രൂപ ഇതുവരെയും കിട്ടിയിട്ടില്ല. 1 കോടി രൂപ നൽകാൻ തയ്യാറാണോ? ഇതിനിടയിലാണ് സുപ്രധാനമായ ഒരു പോലീസ് റിപ്പോർട്ട് കൂടി വരുന്നത്. ഈ പോലീസ് റിപ്പോർട്ട് നടൻ അല്ലു അർജുനെ എതിരെയുള്ള ഗുരുതരമായ ഒരു കുറ്റാരോപണം കൂടിയാണ്. ഇങ്ങനെ അല്ലു അർജുൻ സിനിമാ തിയേറ്ററിൽ എത്തുകയും സിനിമാ തിയേറ്ററിനുള്ളിൽ ഇരിക്കുകയും ചെയ്യുമ്പോഴാണ് പുറത്ത് വലിയ തിക്കിലും തിരക്കും ഉണ്ടായി. അവിടെ ഒരു സ്ത്രീ കൊല്ലപ്പെടുകയും അതോടൊപ്പം തന്നെ അവരുടെ മകന് ഗുരുതരമായി പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തു. 9 വയസ്സുകാരന് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തത്. ഈ വിവരം പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ നേരിട്ട് എന്ന് അല്ലു അർജുനെ അറിയിച്ചിരുന്നു. പക്ഷേ അല്ലു അർജുൻ സിനിമ കണ്ടു കഴിയട്ടെ എന്നുള്ള ഒരു മറുപടിയാണ് നൽകിയത്. പുറത്തേക്ക് ഇറങ്ങണം എന്നാവശ്യപ്പെട്ടെങ്കിലും അല്ലു അർജുൻ അതിന് തയ്യാറായില്ല. പിന്നീട് DGP തന്നെ നേരിട്ടെത്തി അല്ലു അർജുനെ പുറത്തേക്ക് അടിയന്തരമായി 10 മിനിറ്റിനുള്ളിൽ പുറത്തിറങ്ങിയാൽ മതിയാവൂ എന്നുള്ള നിർദ്ദേശം കൊടുക്കുകയും ഈ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആരാധകരെ ഒരു കാരണവശാലും അവർ കാണരുത് എന്നുള്ള കർശനമായ നിർദ്ദേശവും അല്ലു അർജുൻ നൽകിയിരുന്നുവെന്നും പറയുന്നു. പക്ഷേ വീണ്ടും ഈ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തും ആരാധകർക്ക് നേരെ കൈവീശിക്കൊണ്ട് അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് അല്ലു അർജുൻ പോയത് എന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. ഇങ്ങനെ ഇത് ശരിയാണ് എങ്കിൽ അല്ലു അർജുനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ താരപരിവേഷത്തെ സംബന്ധിച്ചുമൊക്കെ വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു പോലീസ് റിപ്പോർട്ട് തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത്. അല്ലു അർജുൻ്റെ വെർഷൻ മറ്റൊന്നാണ്. അദ്ദേഹം പറയുന്നത് താൻ അടുത്ത ദിവസമാണ് ഇങ്ങനെ ഒരു സ്ത്രീ മരിച്ചു പോരും തന്നെ അറിയുന്നത്. താൻ നേരത്തെ ഈ സന്ധ്യ തിയേറ്ററിൽ എത്തുന്നവരും തന്നെ തിയേറ്റർ ഉടമകളെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ഇങ്ങനെ അവിടെ ഷോ കാണാൻ എത്തുന്നുണ്ട് എന്നുള്ളത്. അവരുടെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ട ചുമതല അവർക്കായിരുന്നു. അതേ സംബന്ധിച്ച് തൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ചയില്ല എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ മരണമുണ്ടായത് ദാരുണമായൊരു സംഭവമാണ്. അതിൽ തനിക്ക് വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് 25 ലക്ഷം രൂപ നൽകുന്നു എന്നുമാണ് പറഞ്ഞത്. മറ്റ് നിയമ നടപടികൾ നേരത്തെ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തെ പിന്നീട് ജാമ്യത്തിൽ വിടുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും തെലങ്കാനയിലെ രാഷ്ട്രീയവുമായി കൂടി ബന്ധപ്പെട്ട് ഈ വിവാദവും ഈ കേസുമൊക്കെ ഇപ്പോൾ അവിടെ മുറുകുകയാണ്. അതാണ് കിരൺ പറഞ്ഞതുപോലെ വലിയ ഫാൻ ബേസ് ഉള്ള ഒരു നടനാണ് അല്ലു അർജുൻ. അതുകൊണ്ട് തന്നെ അല്ലു അർജുൻ്റെ പ്രതിച്ഛായ ഇത് വളരെയധികം ബാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. മറ്റൊന്ന്, ഈ CCTV ക്യാമറയൊക്കെ ഉള്ള സ്ഥലമാണല്ലോ തിയേറ്റർ എന്ന് പറയുന്നത്. ഈ പോലീസ് വന്ന് ഇക്കാര്യം പറയുന്നതടക്കം അതിനുശേഷം അല്ലു അർജുൻ അവിടെ തുടരുന്നത്, ഇറങ്ങി വന്നതിന് ശേഷം ആളുകളെ കണ്ട് കൈവീശി പോകുന്നത്, ഇതെല്ലാം അവിടെ തെളിവായി അവശേഷിക്കുന്നിടത്തോളം ഈ കുരുക്കിൽ നിന്ന് ഊരാൻ കുറച്ച് പാടുപെടുമല്ലേ? അശ്വതി, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. പോലീസ് ഈ കുറച്ച് ദിവസങ്ങൾ കാത്തിരുന്നെങ്കിലും പോലീസ് കൃത്യമായ റിപ്പോർട്ടിൽ ഈ CCTV ദൃശ്യങ്ങളടക്കമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ആ CCTV ദൃശ്യങ്ങളിൽ പോലീസ് നൽകിയ റിപ്പോർട്ടിലാണ്. CCTV ദൃശ്യങ്ങൾ എന്തായാലും നമ്മൾ കണ്ടിട്ടില്ല. ആ ദൃശ്യങ്ങൾ പോലീസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ അല്ലു അർജുനടുത്ത് അകത്ത് എന്ന് പോലീസ് ഓഫീസർ ഈ വിവരം പറയുന്നത് ഈ ദൃശ്യങ്ങളിലുണ്ട്. അതിനുശേഷം പിന്നീട് DGP തന്നെ സ്ഥലത്തെത്തുകയും ഈ പ്രശ്നത്തിൽ ഇടപെടുകയും 10 മിനിറ്റിനുള്ളിൽ അല്ലു അർജുന് ഇവിടെ നിന്ന് തിയേറ്ററിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മതിയാവും, വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കും, അവിടെ ആരാധകർ പുറത്ത് തടിച്ചുകൂടി നിൽക്കുകയാണ്, അവരെ കാണാതെ വേണം പുറത്തേക്ക് പോകേണ്ടത് എന്നെല്ലാം കർശനമായ നിർദ്ദേശങ്ങൾ അല്ലു അർജുന് നൽകിയിരുന്നു എന്ന് പറയുന്നു. പക്ഷേ താരം ഇതൊന്നും ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. പുറത്ത് ഒരാൾ മരിച്ചു എന്നത് താരത്തെ അറിയിച്ചിട്ടും സിനിമ കഴിഞ്ഞിട്ട് ഞാൻ പോകാം എന്നുള്ള മറുപടിയാണ് നൽകിയതെന്ന് പറയുന്നു. അതിനുശേഷം DGPയുടെ ഭാഗത്തു നിന്ന് അതികർശനമായ നിർദ്ദേശം അല്ലു അർജുനെതിരെ വരുമ്പോഴും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആരാധകരെ കൈവീശരുത്, അല്ലെങ്കിൽ ആരാധകരെ നേരെ നോക്കരുതെന്ന് പറയുമ്പോൾ പുറത്തിറങ്ങുന്ന സമയത്ത് ആരാധകരെ നോക്കി കൈവീശുകയും അവരെ അഭിവാദ്യം ചെയ്യുകയും ചെയ്തു എന്ന് പറയുന്നു. ഈ സമയത്തെല്ലാം ആരാധകർ പ്രകോപിതരോ അല്ലെങ്കിൽ അവർ അല്ലു അർജുനെ കണ്ടുകൊണ്ട് വീണ്ടും ഒരു പ്രശ്നമുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം കർശന നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായത്. പക്ഷേ താരം ഇതൊന്നും ചെവിക്കൊള്ളാൻ തയ്യാറായില്ല, അനുസരിക്കാൻ തയ്യാറായില്ല എന്നുള്ള നിലപാടാണ് പോലീസ് പറയുന്നത്. ഇതിന് തെളിവായി CCTV ദൃശ്യങ്ങളും പുറത്തുവിടുന്നുണ്ട്. ഇന്നലെയും ഇത്തരം കാര്യങ്ങളൊക്കെ കൂടി ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നലെ ഉസ്മാനിയ സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് അത്തരം പ്രതിഷേധമുണ്ടായത് എന്ന് കരുതുന്നു. എന്നാൽ ആ പ്രതിഷേധക്കാരെ 6 പേരെ ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്.
ഇവർ വിദ്യാർത്ഥികൾ തന്നെയാണോ അതോ മറ്റേതെങ്കിലും താല്പര്യം ഈ പ്രതിഷേധത്തിന് മുന്നിൽ വന്നിട്ടുണ്ടോ, അത്തരത്തിലേക്കുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തന്നെ ഈ ആക്രമണത്തെ അതിശക്തമായി അപലപിച്ചിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തുനിന്ന് കർശനമായ നടപടികൾ ഉണ്ടാവണം എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ശരി, ആർ കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. ഇനി മറ്റു വാർത്തകളിലേക്ക്. റോട്ടറി ക്ലബ്ബ് ഓഫ് കൊയിലോൺ സംഘടിപ്പിക്കുന്ന കൊല്ലം ഫുഡ് കാർണിവൽ ഭക്ഷണ വൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമാകുന്നു. 20ഓളം സ്റ്റാളുകളിലായി സംഘടിപ്പിച്ചിരിക്കുന്ന മേള കൊല്ലം ബീച്ചിലാണ് നടക്കുന്നത്. രുചികരമായ ആഹാരത്തിനപ്പുറം ഒരു നല്ല ഉദ്ദേശമുണ്ട് റോട്ടറി ക്ലബിന്റെ ഫുഡ് കാർണിവലിനു പിന്നിൽ. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി ഫെലിസിറ്റേഷൻ സെന്റർ സ്ഥാപിക്കാനുള്ള ധനസമാഹരണത്തിന്റെ ഭാഗമാണിത്. 25 ലക്ഷം രൂപയാണ് സെന്ററിന്റെ നിർമ്മാണ ചെലവായി പ്രതീക്ഷിക്കുന്നത്. കുടുംബശ്രീ യൂണിറ്റുകൾ, നഗരത്തിലെ പ്രമുഖ റെസ്റ്റോറന്റുകൾ തുടങ്ങിയവയുടെ സ്റ്റാളുകളുള്ള മേളയിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. പഴയ കാലത്തൊരു വിഭവമാണ് ക്രിസ്മസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഈ പലഹാരത്തിലാണ് കൂടുതൽ വീട്ടിലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. ഇത് ചെയ്യുന്നതിനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കെന്തോ ഇത് ഭയങ്കര ഇഷ്ടമാണ്. ആ ഇഷ്ടത്തോടും ഇത് തിരക്കി പിടിച്ച് വന്ന് കഴിക്കുക. തനിനാടൻ വിഭവങ്ങൾ മുതൽ ജപ്പാനീസ് രുചികൾ വരെ വിളമ്പുന്ന മേള കൊല്ലം ബീച്ചിലെ റോട്ടറി കമ്മ്യൂണിറ്റി സെന്ററിലാണ് നടക്കുന്നത്. പാചക വിദഗ്ധർ പങ്കെടുക്കുന്ന ടോക്ക് ഷോകളും പാചക മത്സരങ്ങളും മേളയുടെ ഭാഗമായി നടത്തുന്നുണ്ട്. പ്രശസ്ത കലാകാരന്മാർ നയിക്കുന്ന കലാപരിപാടികളും വൈകുന്നേരങ്ങളിൽ നടക്കും. ന്യൂസ് 18 കൊല്ലം. വയനാട്ടിൽ ബോച്ചെ 1000 ഏക്കറിൽ പുതുവത്സരാഘോഷം നടത്താൻ ജില്ലാ കളക്ടർ അനുമതി നൽകുമെന്നാണ് പ്രതീക്ഷയെന്ന് ബോബി ചെമ്മണ്ണൂർ. സൺബേൺ എന്ന് പേരിട്ട ഈ പരിപാടിയുടെ ലാഭം മുഴുവൻ ദുരിതബാധിതർക്ക് നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. വയനാട്ടിൽ പലരും പുതുവത്സരാഘോഷം സംഘടിപ്പിക്കുന്നുണ്ടെങ്കിലും തനിക്കെതിരെ മാത്രം പരാതി ഉയർന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. മലപ്പുറം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട്ടിലെ വിനോദസഞ്ചാര മേഖലയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള കഠിന പ്രയത്നമാണ് നടക്കുന്നത്. ഇതിന്റെ കൂടി ഭാഗമായാണ് സൺബേൺ എന്ന പേരിട്ട പുതുവത്സരാഘോഷ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാകുമ്പോഴാണ് പരിപാടി നടത്തുന്നതിനെതിരെ ചിലർ ഹൈക്കോടതിയെ സമീപിക്കുകയും തുടർന്ന് ഹൈക്കോടതി കലക്ടറുടെ അനുമതിയോടെ മാത്രമേ പരിപാടി സംഘടിപ്പിക്കാവൂ എന്ന് ഉത്തരവിടുകയും ചെയ്തത്. എല്ലാ കാര്യങ്ങളും കലക്ടറെ അറിയിച്ചിട്ടുണ്ടെന്നും അനുവാദം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. ജനങ്ങൾ അറിയണം, ഇവിടെ ആഘോഷമുണ്ട്, ഇവിടെ എല്ലാവരും വരുന്നുണ്ട്, ടൂറിസം ഉണ്ട്. അപ്പൊ അതൊക്കെയുള്ള ഉദ്ദേശത്തിൽ ഇതൊക്കെ പലരും ആയിട്ടൊക്കെ ആലോചിച്ചിട്ടാണ് ഈ പ്രോഗ്രാമൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. മിക്കവാറും നാളെ കളക്ടർ അതിന് മറുപടി പറയും എന്നാണ്. ദുരന്തബാധിതരെ കൂടെ കൂട്ടിയാണ് ഈ ആഘോഷം സംഘടിപ്പിക്കുന്നത്. പരിപാടിയുടെ ലാഭം മുഴുവൻ ദുരന്തബാധിതർക്കാണ് നൽകുക. ദുരന്തബാധിത മേഖലയിലുള്ളവർക്ക് പരിപാടിയിലേക്ക് സൗജന്യ പ്രവേശനമാണ് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളെ കൊണ്ട് പറ്റാവുന്ന പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇപ്രാവശ്യം നോൺ പ്രോഫിറ്റ് മേക്കിംഗ്, 1 രൂപ പോലും ലാഭം എടുക്കാതെ കംപ്ലീറ്റ്ലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. മലപ്പുറം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയായിരുന്നു ബോബി ചെമ്മണ്ണൂർ. ക്രിസ്മസ് കേക്ക് മുറിക്കുകയും ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്ത ബോബി ചെമ്മണ്ണൂർ പ്രസ് ക്ലബിന്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. ന്യൂസ് 18 മലപ്പുറം. കൊട്ടാരക്കരയിൽ KSRTC ബസ് കയറി ഇറങ്ങി ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. ചെങ്ങമനാട് സ്വദേശി വിഷ്ണുനാഥാണ് മരിച്ചത്. കൊട്ടാരക്കര പുലമൺ ട്രാഫിക് പോയിന്റിൽ ഞായറാഴ്ച രാത്രിയായിരുന്നു അപകടം. സഹോദരനെ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ നിന്നും ബൈക്കിൽ കൂട്ടിക്കൊണ്ടുപോകാൻ എത്തിയതായിരുന്നു വിഷ്ണു. ഇനി നമുക്ക് സ്പെഷ്യൽ ഡേയുടെ സമയമാണ്. ഇന്ന് ഡിസംബർ 23 സ്പെഷ്യൽ ഡേ ആയിട്ടുള്ള എല്ലാവർക്കും ന്യൂസ് 18ന്റെ ആശംസകൾ. കൊല്ലം കുണ്ടറ സ്വദേശി റാഫി കോയയുടെ ജന്മദിനമാണ് ഇന്ന്. 29ാമത്തെ വയസ്സാണ് റാഫി. വെരി ഹാപ്പി ബർത്ത്ഡേ ടു യു. എല്ലാവരുടെയും വക ഒപ്പം ഞങ്ങളുടെ ന്യൂസ് 18 കുടുംബത്തിന്റെയും ആശംസകൾ അറിയിക്കുകയാണ്. നല്ല ദിവസങ്ങളാകട്ടെ മുന്നോട്ട്. കൊല്ലം ആയൂർ സ്വദേശികളായ ആഷിഖ് ഫാത്തിമ ദമ്പതികളുടെ 5ാം വിവാഹ വാർഷികമാണ്. അപ്പം 5 വർഷമായി ഗംഭീരമായി മുന്നോട്ട് പോകട്ടെ. ഇനിയും ജീവിതം ഒരുപാട് നാൾ ഒരുമിച്ച് ജീവിക്കാൻ കഴിയട്ടെ. ആഷിഖ് ആൻഡ് ഫാത്തിമ, ഹാപ്പി ആനിവേഴ്സറി. അടൂർ വടക്കടത്ത് കാവ് സ്വദേശി നൈഷാന ഫാത്തിമയുടെ ജന്മദിനമാണിന്ന്. നൈഷാന മോളുടെ 8ാമത്തെ ബർത്ത്ഡേ ആണ്. വെരി ഹാപ്പി ബർത്ത്ഡേ മോളെ. എന്തായാലും ക്രിസ്മസ് അവധി വെക്കേഷനിലായിരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കൂട്ടുകാർക്കൊക്കെ മിഠായിയൊക്കെ കൊടുക്കൂ, നന്നായി ആഘോഷിക്കൂ. വെരി ഹാപ്പി ബർത്ത്ഡേ.
നിങ്ങളുടെ സ്പെഷ്യൽ ഡേയും ഞങ്ങൾക്കൊപ്പം നിങ്ങൾക്ക് ആഘോഷിക്കാം. ന്യൂസ് 18 ഫ്രെയിമിൽ നിങ്ങൾക്കും വരാം. അതിനായി ഈ വാട്സാപ്പ് നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക നിങ്ങളുടെ വിവരങ്ങൾ. ക്രിസ്മസിനായുള്ള തയ്യാറെടുപ്പിലാണ് നാട്. ആഘോഷത്തിന്റെ ഭാഗമായി 100 കണക്കിന് ക്രിസ്മസ് പാപ്പമാരാണ് പുനലൂർ തൂക്കുപാലത്തിൽ ഒത്തുചേർന്നത്. ആ കാഴ്ച കാണാം. പുനലൂരിലെ മിക്ക സ്കൂളുകളും ക്രിസ്തുമസ് ആഘോഷിച്ചത് തൂക്കുപാലത്തിലാണ്. 100ഓളം ക്രിസ്മസ് പാപ്പാമാർ ഒത്തുകൂടിയത് കൗതുക കാഴ്ചയായി. സെന്റ് ജോൺസ് LP സ്കൂൾ അതിന്റെ 100ാം വാർഷികാഘോഷത്തിന്റെ കൂടി ഭാഗമായി 100 ക്രിസ്തുമസ് അപ്പൂപ്പന്മാരെയാണ് തൂക്കുപാലത്തിൽ അണിനിരത്തിയത്. സെന്റ് ഗോരേറ്റി, ശബരിഗിരി തുടങ്ങിയ മറ്റ് സ്കൂളുകളും ആഘോഷത്തിന്റെ ഭാഗമായി തൂക്കുപാലത്തിൽ അണിനിരന്നു. തൂക്കുപാലത്തിലെത്തിയ ക്രിസ്മസ് പാപ്പാമാരെ കാണാൻ 100 കണക്കിന് ആളുകളെത്തി. ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത നിർവഹിച്ചു. ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാര് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പേരിൽ ലോകത്തെല്ലാവരും ആഘോഷിക്കുന്ന ഒന്നാണ് ക്രിസ്മസ്. ലോകത്തെന്നും സമാധാനം ഉണ്ടാവട്ടെ. മെറി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. മെറി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. ന്യൂസ് 18 പുനലൂർ. വ്യത്യസ്തതകൾ കൊണ്ട് ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിച്ച മലപ്പുറത്ത് ഒരു കുടുംബം സലീം പടവണ്ണയും 2 പെൺമക്കളുമാണ് ഇന്ത്യയിലെ ഈ വർഷത്തെ ഗിന്നസ് ഫാമിലി എന്ന ബഹുമതി സ്വന്തമാക്കിയത്. ഇന്ത്യയിലെ ഈ വർഷത്തെ ഗിന്നസ് ഫാമിലി എന്ന നേട്ടം കൈവരിക്കാൻ മഞ്ചേരി സ്വദേശിയായ സലീമും കുടുംബവും കൈക്കൊണ്ട മാർഗങ്ങളും തെരഞ്ഞെടുത്ത ചാലഞ്ചുകളും കേട്ടാൽ ആരും ഒന്ന് അമ്പരക്കും. കൈകൊണ്ട് തൊടാതെ വായ കൊണ്ട് തൊലി നീക്കി പഴം കഴിക്കാനാവുമോ? മഞ്ചേരിക്കാരൻ സലീമിന് ഇതൊന്നും ഒന്നുമല്ല. 9 ഇഞ്ച് നീളവും 135 ഗ്രാം തൂക്കവും വരുന്ന വാഴപ്പഴം കൈ തൊടാതെ 17.82 സെക്കൻഡിൽ കഴിച്ചു തീർത്താണ് സലീം ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ മുത്തമിട്ടത്. കൈ തൊടാതെ പഴം കഴിച്ചതിന് 2 റെക്കോർഡ്, ബേബി ബോട്ടിലിൽ വെള്ളം കുടിച്ചതിന് റെക്കോർഡ്, ഹുലാഹൂപ്പ് റൊട്ടേഷനിൽ 1 റെക്കോർഡാണ് എനിക്ക്. ഗിന്നസ് നേട്ടമെന്നത് സലീമിന്റെ കുടുംബത്തിന് പുതുമയല്ല. കാരണം സലീമിന്റെ 2 മക്കളും ഗിന്നസ് റെക്കോർഡ് നേടിയവരാണ്. തലയിൽ കൈകോർത്ത് വെച്ച് ഇടത് കൈമുട്ടും വലത് കാൽമുട്ടും അതുപോലെ വലത് കൈമുട്ടും ഇടത് കാൽമുട്ടും തട്ടത്തക്ക വണ്ണത്തിൽ ചുവട് വെച്ചതിനാണ് മകൾ ജുവൈരിയ ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിച്ചത്. ഒരാൾ മാത്രമല്ല, സലീമിന്റെ മറ്റൊരു മകളായ ആയിഷ സുൽത്താനയും ഗിന്നസ് റെക്കോർഡ് നേട്ടക്കാരി തന്നെയാണ്. ഏറ്റവും വേഗത്തിൽ ആൽഫബറ്റിക് ഓർഡറിൽ പുസ്തകങ്ങൾ ക്രമീകരിച്ചായിരുന്നു സുൽത്താനയുടെ മുന്നേറ്റം. മോൾക്ക് ആൽഫബറ്റിക് ഓർഡറിൽ പെട്ടെന്ന് ബുക്ക് അറേഞ്ച് ചെയ്തതിനാണ് മോൾക്കുള്ള ഗിന്നസ് റെക്കോർഡ്. ഈ മോൾക്ക് പെട്ടെന്ന് നീ ടു എൽബോ സ്റ്റെപ്സ് വെച്ച് ഏറ്റവും വേഗത്തിൽ നീ ടു എൽബോ സ്റ്റെപ്സുകൾ വെച്ചതിനാണ് മോൾക്കുള്ള ഗിന്നസ് റെക്കോർഡ് വന്നിട്ടുള്ളത്. പിതാവും മക്കളുമെല്ലാം ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയതോടെ ഒരു ഗിന്നസ് ഫാമിലിയായി മാറിയിരിക്കുകയാണിപ്പോൾ സലീമിന്റെ കുടുംബം. ഇനി ഭാര്യയെയും മരുമകളെയും കൂടി ഈ നേട്ടത്തിന് അർഹയാക്കണമെന്നാണ് സലീമിന്റെ ആഗ്രഹം. അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. മോസ്റ്റ് സ്റ്റെപ്പ് അപ്പ് എന്ന കാറ്റഗറിയിൽ മത്സരിക്കാനാണ് ഭാര്യ MC റഷീദ പരിശീലിക്കുന്നത്. അതേസമയം പുതിയ ഇനങ്ങളിലും സലീം പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തക്കാളി കട്ടിങ്ങിലാണ് പുതിയ പരീക്ഷണം. ഗിന്നസിന്റെ 68 വർഷത്തെ ചരിത്രത്തിൽ വ്യക്തിഗത ഇനത്തിൽ കേരളത്തിൽ നിന്ന് നേട്ടം കൈവരിക്കുന്ന 65ാമത്തെ വ്യക്തിയും മലപ്പുറം ജില്ലയിൽ നിന്നുള്ള 3ാമത്തെ വ്യക്തിയുമാണ് സലീം. ഇന്ത്യൻ റെക്കോർഡിനുമപ്പുറം ലോകത്തിന്റെ തന്നെ ഗിന്നസ് ഫാമിലി എന്ന റെക്കോർഡിലേക്കുള്ള തയ്യാറെടുപ്പിലാണ് സലീമും കുടുംബവും ഇപ്പോൾ. ന്യൂസ് 18 തിരൂർ. പാലക്കാട് മണ്ണാർക്കാട് 5ാം ക്ലാസ്സുകാരന്റെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് രക്ഷിക്കാനായത് 2 ജീവനുകളാണ്. വൈദ്യുതി പോസ്റ്റിൽ നിന്നും ഷോക്കേറ്റ സഹപാഠിയെ രക്ഷിച്ച സിദാനാണ് ഇപ്പോൾ നാട്ടിലെ റിയൽ ഹീറോ. കഴിഞ്ഞ ദിവസം രാവിലെയാണ് സുഹൃത്തുക്കളോടൊപ്പം ബസ് സ്റ്റോപ്പിൽ നിൽക്കവേ തൊട്ടടുത്ത വൈദ്യുതി പോസ്റ്റിൽ നിന്ന് 5ാം ക്ലാസ്സുകാരൻ മുഹമ്മദ് റാജിഹിന് ഷോക്കേറ്റത്. അവനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച 7ാം ക്ലാസ്സുകാരൻ ഷഹജാസിനും നിസാരമായി പരിക്കേറ്റു. എന്നാൽ മുഹമ്മദ് സിദാൻ എന്ന ഈ 10 വയസ്സുകാരന്റെ സംയോജിത ഇടപെടൽ തന്റെ സുഹൃത്തുക്കളുടെ ജീവൻ രക്ഷിച്ചു. ഇതോടെ നാട്ടിലെ ഹീറോ ആണ് ഈ കൊച്ചുമിടുക്കൻ. മണ്ണാർക്കാട് കോട്ടോപ്പാടം കല്ലടി അബ്ദുഹാജി ഹയർ സെക്കൻഡറി സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് സിദാൻ. കോട്ടോപ്പാടം കൊടുവള്ളിപ്പുറം കല്ലായത്ത് വീട്ടിൽ ഉമർ ഫറൂഖിന്റെയും ഫാത്തിമത്ത് സുഹറയുടെയും മകനാണ് മുഹമ്മദ് സിദാൻ. സംഭവം അറിഞ്ഞതോടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മുഹമ്മദ് സിദാനെ നേരിൽ വിളിച്ച് അഭിനന്ദിച്ചു. സ്കൂൾ PTA യും സ്റ്റാഫ് കൗൺസിലും അനുമോദിച്ചു.
ന്യൂസ് 18 മണ്ണാർക്കാട്. ഇനി കാണാം ഇന്ന് ഇത് സംഭവിക്കും. മാസപ്പടി കേസിലെ SFIO അന്വേഷണത്തിനെതിരായ ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കോടതിയെ സമീപിച്ചത് CMRL. ഹർജിയിൽ കക്ഷി ചേരാനുള്ള ഷോൺ ജോർജിന്റെ അപേക്ഷയിലും വാദം. തിരുനെൽവേലിയിലെ മാലിന്യ നീക്ക ദൌത്യം ഇന്നും തുടരും. ഇനി നീക്കാനുള്ളത് കൊണ്ടാനഗരത്തിലെയും പളവൂരിലെയും മാലിന്യം. കൂടുതൽ ലോറികളും JCBയും വിട്ടു നൽകി തമിഴ്നാടിന്റെ സഹകരണം. CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയെ ഇന്ന് തെരഞ്ഞെടുക്കും. V. ജോയി ജില്ലാ സെക്രട്ടറിയായി തുടരും. പൊതുചർച്ചയ്ക്ക് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മറുപടി നൽകും. പുതിയ ജില്ലാ കമ്മിറ്റിയുടെ പാനൽ തയ്യാറാക്കുന്നതിനായി നിലവിലെ ജില്ലാ കമ്മിറ്റി രാവിലെ 10-ന്. വനനിയമത്തിൽ ഭേദഗതി ആവശ്യപ്പെടാൻ കേരള കോൺഗ്രസ്. ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് M പ്രതിനിധികൾ ഇന്ന് മുഖ്യമന്ത്രിയെ കാണും. ആന്റണി രാജു MLAക്കെതിരായ തൊണ്ടിമുതൽ കേസ് നെടുമങ്ങാട് കോടതി ഇന്ന് പരിഗണിക്കും. കേസ് മറ്റൊരു കോടതിയിലേക്ക് മാറ്റണമെന്ന ഹർജി കോടതിയിൽ സമർപ്പിക്കും. ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയവ ആന്റണി രാജുവിനെതിരായ കുറ്റങ്ങൾ. കാസർഗോഡ് മൊഗ്രാൽ സ്വദേശി അബ്ദുൾ സലാമിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷാവിധി ഇന്ന്. കേസിലെ 6 പ്രതികൾ കുറ്റക്കാർ. വിധി പറയുന്നത് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി. അബ്ദുൾ സലാമിന്റെ തല വെട്ടിയെടുത്ത ശേഷം പ്രതികൾ പന്ത് തട്ടിക്കളിക്കുന്നത് പോലെ മറ്റൊരു പറമ്പിൽ കൊണ്ടുവന്നു ഇട്ടുവെന്ന് കുറ്റപത്രം. സ്വിഗ്ഗി ഓൺലൈൻ ഭക്ഷ്യവിതരണ രംഗത്തെ തൊഴിൽ സമരം പരിഹരിക്കാൻ ശ്രമം. തിരുവനന്തപുരം ലേബർ കമ്മീഷണർ വിളിച്ച ചർച്ച ഇന്ന്. ചർച്ച തൊഴിൽ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം. തങ്കയങ്കി ഘോഷയാത്ര ഇന്നു യാത്ര തുടരും. രാവിലെ 8-ന് ഓമല്ലൂർ ശ്രീ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര രാത്രി കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിലെത്തി വിശ്രമിക്കും. 25-ന് വൈകിട്ട് 5-ന് ശേഷം ഘോഷയാത്ര സന്നിധാനത്തെത്തും. 26-നാണ് തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ. വർഗീയതയ്ക്കെതിരെ ഡിവൈഎഫ്ഐയുടെ സൗഹൃദ ക്രിസ്മസ് കരോൾ ഇന്ന് പാലക്കാട്. രാവിലെ 10-ന് നല്ലേപ്പിള്ളിയിൽ സൗഹൃദ ക്രിസ്മസ് കരോൾ നടക്കും. പാലക്കാട് നല്ലേപ്പിള്ളി UP സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം നടത്തിയതിന് അധ്യാപകരെ ഭീഷണിപ്പെടുത്തിയ വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഡിവൈഎഫ്ഐയുടെ സൗഹൃദ ക്രിസ്മസ് കരോൾ. കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ സംഘടിപ്പിക്കുന്ന ക്രിസ്മസ് ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. കർദിനാൾ ബിഷപ്പുമാർ അടക്കം പ്രമുഖരുമായി ആശയവിനിമയം നടത്തും. വൈകിട്ട് ഡൽഹി സേക്രഡ് ഹാർട്ട് പള്ളിയിൽ ക്രിസ്മസ് സന്ദേശം നൽകും. നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ രാവിലെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഇനി ക്രിസ്മസ് ദിനങ്ങളാണ് വരാൻ പോകുന്നത്. എല്ലാവരും അതിൻ്റെ തയ്യാറെടുപ്പിലായിരിക്കും. ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ്. അപ്പോൾ ഈ തിങ്കളാഴ്ചയ്ക്കുള്ള പ്രത്യേകത, ഇന്ന് കൂടി ജോലി ചെയ്ത് നാട്ടിലേക്കൊക്കെ പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന, ബാഗൊക്കെ പാക്ക് ചെയ്ത് ക്രിസ്മസ് ഗിഫ്റ്റുമായിട്ടൊക്കെ വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരുപാട് പേര് ഇപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നുണ്ടാകും. എന്തായാലും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുകയാണ് ഇൻ അഡ്വാൻസ്. ഒപ്പം നല്ലൊരു പുതുവർഷത്തെയും നമ്മൾ വരവേൽക്കാനിരിക്കുകയാണ്. വലിയൊരു ദുരന്തമൊക്കെ കടന്നുപോയ കാലമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലെ ഈഗോയൊക്കെ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള ദിവസങ്ങളായിരിക്കട്ടെ എല്ലാവർക്കും എന്ന് ആശംസിക്കുന്നു. സജീവമായൊരു വാർത്താ ദിനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമസ്കാരം.